കുടുംബം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പടച്ചോൻ തരുന്നൊരു പളുങ്ക. അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല, ഒരു ചെലവുമില്ല. മനുഷ്യരെ ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി, അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട, ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ലോണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോൾ വിളിച്ചറിയാം നമുക്കൊന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാനിട്ടോ. എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്ന അവളും നോക്കുന്നില്ല. മക്കളാവട്ടെ ഇതെന്താ ഇപ്പൊ സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരി തിന്ന് പോരുന്നതല്ല ജീവിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമ കിട്ടുന്ന ഒരു 10 ഉറുപ്പ്യുണ്ട്, മക്കളെയും കൂട്ടി റോട്ടുമക്കിറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ, ഒരു കാലി ചായ ഒരു ചായയും കുടിച്ചിറങ്ങി പോരുമ്പോഴൊക്കെ അതൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഇടക്കിടക്കോളോട് ഞാൻ പറയും, ഒന്ന് അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ ഇങ്ങി പോയി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നോക്കും, അല്ലേ ഇങ്ങനെ ചായ അടിച്ചോ? ഇല്ല. എന്തേ എനിക്ക് റോട്ടിന്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചോടാനോ? തോന്നൂല. അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല. അതൊരിതാ റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി, അല്ലെ ഒരു ചെറിയ ചായ മക്കാനി കയറി ഒരു 10 ഉറുപ്പ്യന്റെ ചായ ഒരു 5 ഉറുപ്പ്യന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പൂതിയായിട്ടേക്കും വന്നിട്ടുണ്ടാകുക. അങ്ങനെ അങ്ങ് പുരക്ക് പോയിട്ടും ഉണ്ടാവും. എന്നാൽ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പര് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ എൻ്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം. പിയാപ്പിളാര് വേക്കൽ കുറച്ചാളുണ്ട്, അതുകൊണ്ട് പറയാ. അധികം ചെലവൊന്നുമില്ല, അതൊക്കെ ഒരു മനോഹര, അതൊക്കെ ഒരു സന്തോഷ. ഓളൊറ്റക്ക് പോകുമ്പോൾ ഒരു പപ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ, എല്ലാവർക്കും ചെറിയ പപ്സ് ഏതായിരിക്കും നയിക്കും. എന്താ പഠിച്ചോനെ വലിയനങ്ങാൻ 25 ഉറുപ്പ്യാണ്, 25 12 ചായ 30 പോയി കഥ. അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും, മൂപ്പര് പറയാം എന്താ വേണ്ടിയ പപ്സ്, ഒരു പപ്സ് കൊടുക്കും. അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും. പൈസന്റെ അല്ല, എന്നാലും മൂപ്പര് വാങ്ങിത്തരും. ഇതൊക്കെ മനുഷ്യരെ ജീവിതം. ഇതൊന്നും ഇല്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക് ഇനി ഓളെ കണ്ടുപഠിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്നു കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നുറങ്ങ. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളിക്കുത്തിരുന്ന് ആലോചിക്കുക, ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നോ, ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നോ, ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ. ഇനി ഓൻ മരിച്ചാ ഓള് ആലോചിക്കുക, വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ, അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ. പിന്നെ ആ ഉരുകലും സങ്കടവുമായിട്ട് നമ്മളും അങ്ങ് പോകും. ജീവിച്ചില്ല. കിട്ടുന്നത് 10 ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാ റബ്ബ് പറഞ്ഞതും, മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം. കുടുംബം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പടച്ചോൻ തരുന്നൊരു പളുങ്ക. അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല, ഒരു ചെലവുമില്ല. മനുഷ്യരെ ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി, അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട, ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ലോണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോൾ വിളിച്ചറിയാം നമുക്കൊന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാനിട്ടോ. എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്ന അവളും നോക്കുന്നില്ല. മക്കളാവട്ടെ ഇതെന്താ ഇപ്പൊ സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരി തിന്ന് പോരുന്നതല്ല ജീവിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമ കിട്ടുന്ന ഒരു 10 ഉറുപ്പ്യുണ്ട്, മക്കളെയും കൂട്ടി റോട്ടുമക്കിറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ, ഒരു കാലി ചായ ഒരു ചായയും കുടിച്ചിറങ്ങി പോരുമ്പോഴൊക്കെ അതൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ പറയാറുണ്ട്, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഇടക്കിടക്കോളോട് ഞാൻ പറയും, ഒന്ന് അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ ഇങ്ങി പോയി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നോക്കും, അല്ലേ ഇങ്ങനെ ചായ അടിച്ചോ? ഇല്ല. എന്തേ എനിക്ക് റോട്ടിന്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചോടാനോ? തോന്നൂല. അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല. അതൊരിതാ റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി, അല്ലെ ഒരു ചെറിയ ചായ മക്കാനി കയറി ഒരു 10 ഉറുപ്പ്യന്റെ ചായ ഒരു 5 ഉറുപ്പ്യന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പൂതിയായിട്ടേക്കും വന്നിട്ടുണ്ടാകുക. അങ്ങനെ അങ്ങ് പുരക്ക് പോയിട്ടും ഉണ്ടാവും. എന്നാൽ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പര് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ എൻ്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം. പിയാപ്പിളാര് വേക്കൽ കുറച്ചാളുണ്ട്, അതുകൊണ്ട് പറയാ. അധികം ചെലവൊന്നുമില്ല, അതൊക്കെ ഒരു മനോഹര, അതൊക്കെ ഒരു സന്തോഷ. ഓളൊറ്റക്ക് പോകുമ്പോൾ ഒരു പപ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ, എല്ലാവർക്കും ചെറിയ പപ്സ് ഏതായിരിക്കും നയിക്കും. എന്താ പഠിച്ചോനെ വലിയനങ്ങാൻ 25 ഉറുപ്പ്യാണ്, 25 12 ചായ 30 പോയി കഥ. അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും, മൂപ്പര് പറയാം എന്താ വേണ്ടിയ പപ്സ്, ഒരു പപ്സ് കൊടുക്കും. അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും. പൈസന്റെ അല്ല, എന്നാലും മൂപ്പര് വാങ്ങിത്തരും. ഇതൊക്കെ മനുഷ്യരെ ജീവിതം. ഇതൊന്നും ഇല്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക് ഇനി ഓളെ കണ്ടുപഠിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്നു കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നുറങ്ങ. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളിക്കുത്തിരുന്ന് ആലോചിക്കുക, ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നോ, ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നോ,
ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ? ഇനി ഓൻ മരിച്ചാ ഓള് ആലോചിക്കുക, വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ, അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ? പിന്നെ ആ ഉരുകലും സങ്കടവുമായിട്ട് നമ്മളും അങ്ങ് പോകും. ജീവിച്ചില്ല. കിട്ടുന്നത് 10 ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാ റബ്ബ് പറഞ്ഞതും, മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം.